ഒരാശയം ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അതൊന്ന് പങ്കുവെക്കാണ്. അതായത് നമ്മൾ ഈ റോഡുകൾ, നമുക്കൊക്കെ നമ്മുടെ നാട് ദുബായ് UK ആവണമെന്ന് ആഗ്രഹമാണ്. അങ്ങനെ ആലോചിച്ചതാണ്. ഞാനൊരു കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ ഒരു റൂള് പാസ്സാക്കുക. നമ്മളെ അടുത്തുള്ള രാജ്യത്തുള്ള ജനങ്ങൾ തൊട്ടടുത്തുള്ള റോഡുകൾ എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. നല്ല സൗകര്യത്തിൽ ജീവിക്കാൻ, നല്ല വരുമാനം വേണം, നല്ല സമ്പത്ത് വേണം ഒക്കെ ഉള്ളത് എല്ലാവർക്കും ആഗ്രഹമാണ്. അങ്ങനെ നമുക്ക് സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് റോഡ് സൗകര്യമാണ്. എത്ര വണ്ടിക്കും സുഗമമായ രീതിയിൽ, എത്ര വലിയ വണ്ടിക്കും ഒരു മൂലക്കെന്ന് വേറൊരു മൂലക്കൊക്കെ എത്താനുള്ള സംവിധാനം നമുക്ക് 100% നിർബന്ധമായിട്ടും വേണം. അത് നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല, കണ്ടുപിടിക്കേണ്ട, അതാണ് അതിൻ്റെ സത്യം എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് അറിയാൻ പറ്റും. ചൈന ഇത്തോതിൽ വളരാൻ കാരണം എന്താ? അവിടെ ഒരാദ്യം ചെയ്തത് എയർപോർട്ടുകൾ, സീപോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വഴികൾ എന്ത് ചെയ്തു? 10 വരിയും 15 വരിയൊക്കെ ആക്കി നിരത്തി കണ്ടിട്ടു. അവർ ലോറി, നമ്മളിവിടെ ഇപ്പോൾ 1000 കിലോമീറ്റർ പോകണമെങ്കിൽ 24 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അവിടെ 1000 കിലോമീറ്റർ പോകണമെങ്കിൽ 10 മണിക്കൂർ മതി, അല്ലെങ്കിൽ ഒരു 9-8 മണിക്കൂർ മതി. ചിലപ്പോൾ അത്രയും വേണ്ട, 4-5 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ടാവും. ഇനിയിപ്പോൾ ട്രെയിനിലാണെങ്കിലോ 400 സ്പീഡിലൊക്കെ അവിടെ പോകണം. 2.5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാണ്? 1000 കിലോമീറ്റർ കവർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു മനുഷ്യന് ഇപ്പോൾ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കേരളത്തിൽ നിന്ന് 1000 കിലോമീറ്ററാണ് ഹൈദരാബാദിക്കുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഈ ഹൈദരാബാദിക്ക് 24 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ വർഷത്തിലൊരു 10 പ്രാവശ്യം പോയി വരികയാണെങ്കിൽ അയാൾക്ക് അവിടെ 10 ദിവസം പോയി. അത് ചൈനയിലാണ് ഈ 1000 മണിക്കൂർ എന്നുണ്ടെങ്കിൽ അയാൾക്കത് ഒരു ദിവസത്തെ ചിലവ് മൊത്തത്തിൽ 24 മണിക്കൂർ ആകെ ചിലവാകും. എന്നതുപോലെ അവിടെ അയാൾക്ക് എന്താവുകയാണ്? 9 ദിവസം നഷ്ടപ്പെടുകയാണ് ഇന്ത്യത്തെ വ്യക്തിക്ക്. ചൈനത്തെ വ്യക്തിക്ക് 9 ദിവസം ലാഭമാവുകയാണ് ഒരു വർഷത്തിൽ. അപ്പോൾ ഈ 9 ദിവസം ലാഭമാകുമ്പോൾ ഈ 9 ദിവസം കടന്നുറങ്ങല്ല. ആ ദിവസം അയാൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബിസിനസ് കൂടും, വളർച്ച കൂടും, വരുമാനം കൂടും, ഒക്കെ കൂടും. അപ്പോൾ ഈ ഗതാഗതം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉത്തമമായ അടിസ്ഥാന സൗകര്യമാണ്. ഈ സാധനം വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ തടസ്സം റോഡ് സൈഡിലുള്ള ആളുകളാണ്. റോഡ് സൈഡിലുള്ള ആളുകൾ ചിലപ്പോൾ ആ ഒരു സമ്പത്ത് ഇവർക്ക് ഉണ്ടാവുള്ളൂ, ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ അതിന് മാന്യമായിട്ടുള്ള രീതിക്കുള്ളൊരു പൈസ അവർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓല് വാങ്ങിയിട്ട് ഓർക്ക് ആവശ്യമുള്ള ഇത് വാങ്ങിയിട്ട് ഓല് അവിടുന്ന് മാറിക്കൊടുത്തിട്ട് വരും തലമുറക്ക് വേണ്ടിയിട്ടും അവനാന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക? അവിടുന്ന് മാറിക്കൊടുക്കുക. ചില ആളുകളൊന്നും വാങ്ങാതെ സ്വന്തം വീട് ധർമ്മം ചെയ്തിട്ട് കോട്ടേജിൽ പോയി ജീവിക്കുന്ന ആളുകൾ വരെ ഇന്ത്യ രാജ്യമാണ്, ഇതുള്ള ലോകമാണിത്. മനസ്സിലായില്ലേ? മനുഷ്യന്മാരിവിടെ എല്ലാം നിലക്കുണ്ട്. നമ്മളങ്ങനെ ഒരു ഓർഡറൊക്കെ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഇറക്കി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും, എതിർക്കാൻ ആളുകളുണ്ടാവും. 100%. അതെല്ലാത്തിനും ഉണ്ടാവും. അത് ഉണ്ടാവണം, അതും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിലൊരു 25% ആളുകളെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യും. ബാക്കി ഒരു 75% എന്ത് ചെയ്യാണ്ടേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇത് ആളുകൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകാനായിട്ടാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്തായാലും ശാശ്വതമല്ല, 100% ഉറപ്പുള്ള കാര്യമാണത്. ഭൂമിയിൽ നമ്മൾ ശാശ്വതമല്ല ഒരിക്കലും. നമ്മളിവിടെ വിട്ട് പോകാനുള്ള ആളുകളാണ്. ഇപ്പോൾ മാക്സിമം എത്ര 125 വയസ്സായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് ബുക്കിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഏറ്റവും പ്രായം കൂടിയാണ്. അതുവരെ ജീവിക്കുമെന്ന് കരുതാം. 125 മേലൊക്കെ എന്തായാലും പോണില്ല. ശരാശരി ഒരു മനുഷ്യനൊരു 70-60 ഇതിൻ്റെ ഇടയിൽ തട്ടിപ്പോകും. ഈ ഒരു 60 വരെ അടിച്ചു പൊളിച്ചാനാണ് ഈ കൊണ്ടെടുക്കുന്നതൊക്കെ. അങ്ങനെ ഈ വ്യക്തിയാണ് മരിച്ചു പോയാൽ ഇനി ഉണ്ടാക്കിയ സ്വത്തിനും വേണ്ടി മക്കൾ കച്ചറുണ്ടാക്കണ്. മക്കളില്ലാത്തവരാണെങ്കിൽ ബാക്കിയുള്ളവർ കച്ചറുണ്ടാക്കണ്. ഇനിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിലോ അങ്ങനത്തെ യാതൊരു വിഷയമില്ല. മക്കളും ഇതും കുടുംബം ഒന്നും ഇല്ല, അയാൾക്ക് സ്വത്തുമില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നമുക്ക്
ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറുള്ള മതസ്ഥരെ സംബന്ധിച്ചോ പൊതുജനങ്ങൾക്ക് പുണ്യം ചെയ്യാന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ സീറ്റാണ്. ഇവിടെ നമ്മളെ പേരിൽ കിടക്കുന്ന സ്വത്തിന് നമുക്ക് അവിടെ വലിയ സീറ്റ് കിട്ടില്ല. അത് മക്കൾ ഒരിച്ചു പോകും. നേരെ മറിച്ച് നമ്മളെ പേരിലുള്ളൊരു ഭൂമി നമ്മൾ വേറൊരാൾക്ക് വീട് വെച്ച് അയാളെ പേർക്ക് എഴുതി കൊടുത്തു, അല്ലെങ്കിൽ റോഡിന് കൊടുത്തു, ആളുകളതിൽ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് മരിച്ചാലും അതിന് എത്ര കാലം ആളുകൾ സഞ്ചരിക്കണോ അത്രയും കാലം അയാൾക്ക് അതിൻ്റെ പുണ്യം കിട്ടും. മനസ്സിലായില്ലേ? അതൊരു പാസീവ് ഇൻകാണ് ഇവർക്ക് കവർക്ക്. മറ്റേത് നമ്മളെ പേരിൽ കിടക്കുന്ന സ്വത്തിന് നമുക്ക് നാട്ടിലെ ഇൻകം വരും. നാട്ടിൽ ഒരു പാസീവ് ഇൻകായിട്ട് വരും. ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വാടക ഇങ്ങനെ വരും. ഈ ബിൽഡിങ് പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വാടക പൊതുജനങ്ങളുടെ ഈ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളുടെ ഭക്ഷണത്തിനാണ് വിട്ട് കൊടുത്താൽ അത് അയാൾക്ക് മരണാനന്തരമുള്ള പാസീവ് ഇൻകം. അത് അയാളെ മക്കൾക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഈ മക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അയാൾക്ക് കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുന്ന് എന്താണോ പൊതുജനങ്ങൾക്ക് ഈ രാജ്യത്തിന്, ഈ നാടിന്, ഈ ലോകത്തിന് വേണ്ടിയിട്ട്, രാജ്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ കരുതുന്നത് ഇന്ത്യത്തെ മാത്രം, ഇന്ത്യ എന്നുള്ളതല്ല, മനുഷ്യന്മാർക്ക് എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർ ഇന്ത്യത്തെ വേറെയും പുറത്തുള്ളവർ വേറെയല്ലല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ലോകത്തവിടെ ചെയ്താലും അതിനുള്ളത് അയാൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ നാട് ഇതാവുമ്പോൾ, ഇന്ത്യ ആവുമ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ആദ്യം ചെയ്യണം. അതിൽ കേരളത്തിലുള്ളത്, അതിൽ നമ്മളെ നാട്ടിലുള്ളത്, നമ്മളെ അടുത്ത കുടുംബങ്ങൾക്കുള്ളത് നമ്മൾ ആദ്യം വീട്ടിലത്തോർക്ക് ചെയ്യണം. ആദ്യം സ്വയത്തിന്, പിന്നെ വീട്ടിലത്തോർക്ക്, പിന്നെ നാട്ടിലത്തോർക്ക്, പിന്നെ ആ ഡിസ്ട്രിക്ട്, പിന്നെ സംസ്ഥാനം, പിന്നെ രാജ്യം, പിന്നെ ലോകം. അങ്ങനെയാണ് അതിൻ്റെ അളവ്. ഫസ്റ്റ് നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങേപ്പുറത്ത് നാട്ടിൽ പോയിട്ട് ഉപകാരം ചെയ്ത് പേരെടുത്തുകൊണ്ട് കാര്യമില്ല. അയാൾക്ക് അതിന് പുണ്യം കിട്ടില്ല. ആ പേര് ഇവിടെ കിട്ടിയത് അവനാൻ്റെ തൊട്ടടുത്ത് ചിലപ്പോൾ അവനാൻ്റെ പാപ്പ ഉമ്മ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ കഷ്ടപ്പെടുന്നുണ്ടാവും. മക്കൾക്ക് വരല്ല, മക്കൾ കോട്ടൈസിലാണ്, മോളെ കെട്ടിച്ചാണ്, അരുവനും മോളും കോട്ടൈസിലാണ്. എന്നിട്ട് ഇയാൾ വയനാട്ടിലേക്ക് വരെടുത്ത് കൊടുക്കാൻ പോയിട്ട് എന്താ കാര്യം എനിക്കറിയില്ല കേട്ടോ. മക്കളെ കാര്യത്തിൽ നയിച്ചുണ്ടാക്കട്ടെ എന്നും പറയും. എന്നിട്ട് വേറുള്ള നാട്ടുകാർക്ക് വരേണ്ട ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആർക്കാണ്? ഓൻ്റെ സ്വന്തം ആളുകൾക്കാണ് മൂപ്പര് ആദ്യം വരണ്ടാക്കി കൊടുക്കേണ്ടത്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകും. വയനാട്ടിലേക്ക് കൊടുക്കണ്ടല്ലോ കേട്ടോ, എവർക്കും കൊടുക്കണം, കൂട്ടത്തിൽ ഇതും കൊടുക്കണം. ആദ്യം അവനവിടെ തൊട്ട ആളുകളെ കൊടുക്കണം. അവിടെ നമ്മൾ ഈഗോ വെച്ച് കുത്തർക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയാണെങ്കിൽ സംഗതി ഉഗ്രനാവും.